കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചിക്കൻ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 150 ഗ്രാമോളം ചിക്കൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിൽ ഉപ്പും മഞ്ഞളും കുറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും ഞാൻ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ ഞാൻ വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിയണ്ട. നമുക്ക് ബോണ്ടയ്ക്കെല്ലാം ഒരു ചെറിയ കഷ്ണമെല്ലാം കടിക്കുമ്പോഴൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതുപോലെ പൊടിച്ചാൽ മതി. ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾ എന്താ ഉപയോഗിക്കുക വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരും. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ഉള്ളി നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ട്. അധികം വാടേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് പച്ചക്കറിയെല്ലാം മാറുന്നത് വരെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. എല്ലാം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഞാനിനി കുറച്ച് ഒരു ഏകദേശം 1.5 കപ്പോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട്, അധികം കട്ടി വേണ്ട. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഉരുളകൾ ഓരോന്നും നമ്മൾ കലക്കി വെച്ച ഈ മാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് വേഗമായി കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അധികം ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചാൽ മതി. നമുക്കിത് എല്ലാം തിരിച്ച് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബോണ്ട
നമ്മൾ ചിക്കനൊന്നും ഇടില്ലല്ലോ. പക്ഷേ ഇത് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ബോണ്ട നല്ല സൂപ്പർ ടേസ്റ്റിൽ വരും. കുട്ടികളെല്ലാം പിന്നെ ഇത് മതി എന്നാണ് പറയുക. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്.